ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു നെത്തോലി ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് സാധാരണ മീൻ വറുക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി 300 ഗ്രാം നെത്തോലിയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി മുളകും സാധാരണ മുളകും കൂടി ചേർത്ത് പൊടിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് മാത്രമായിട്ടും ചേർത്തിട്ട് തയ്യാറാക്കാവുന്നതാണിത്. അപ്പോൾ ഞാനിവിടെ ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് ഗരം മസാലയും കൂടി ചേർക്കാം. ഗരം മസാലയുടെ അളവ് കൂടി പോകരുത്. 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ അളവിൽ തന്നെ വെളുത്തുള്ളി ചതച്ചതുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് അരിപ്പൊടി ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ മീനായതുകൊണ്ട് വളരെ പതുക്കെ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 30 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. 30 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ എടുക്കുക. ആദ്യം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. ഇത് അവസാനം നെത്തോലിയൊക്കെ വറുത്തതിന് ശേഷം ഒന്ന് അതിന് മുകളിലായിട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, ഇതുപോലെ എണ്ണയിൽ ആദ്യം ഒന്ന് കറിവേപ്പില ഒന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും ആ എണ്ണയിലൊക്കെ. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം 2 തണ്ട് കറിവേപ്പിലയാണ് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മീൻ ഓരോന്നായിട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇടുന്നില്ല. ഈ എടുത്തു വെച്ചിരുന്ന മീൻ 3 ബാച്ചായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ തീ ഒന്നും കൂട്ടി വയ്ക്കരുത്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ മീൻ വറുക്കുമ്പോൾ കുറച്ച് എണ്ണയിലായിരിക്കുമല്ലോ വറുത്തെടുക്കുന്നത്. എന്നാൽ ഈ ഒരു നെത്തോലി ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട്. നല്ല കറുമുറേ കഴിക്കാൻ പറ്റിയ ഒരു നെത്തോലി ഫ്രൈയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുതേ. ഇവിടെ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 വശവും നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ബാച്ചും ഒന്ന് വറുത്തെടുക്കാം. ഇതിനു മുമ്പ് നെത്തോലി പീര പറ്റിച്ചതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോയും കൂടി ഒന്ന് കാണാവുന്നതാണ്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ നെത്തോലി വറുത്തത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ വളരെ നന്നായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്